ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമുക്ക് നല്ലൊരു ക്യാബേജ് വട തയ്യാറാക്കാം. ഇതിനു വേണ്ടി 1/4 കപ്പ് കടലപ്പരിപ്പ് എടുക്കണം. ഇതിലേക്ക് 2 ഇരട്ടി വെള്ളം ഒഴിച്ച് കുതിർക്കാനായി വെക്കാം. ഒരു 3-4 മണിക്കൂർ നമുക്കിത് കുതിർത്ത് വയ്ക്കാം. കുതിർത്തതിന് ശേഷം ഇതിൽ നിന്ന് 1/4 ഭാഗം കടലപ്പരിപ്പ് മാറ്റി വെക്കണം. ബാക്കിയുള്ള പരിപ്പ് ഒന്ന് അരച്ചെടുക്കണം. നല്ല ഫൈൻ പേസ്റ്റ് ആയിട്ട് അരയണ്ട. ക്യാബേജ് ചെറുതായിട്ട് അരിഞ്ഞെടുക്കണം. ഇത് 1 കപ്പ് അരിഞ്ഞെടുത്ത ക്യാബേജ് ഉണ്ട്. ഇതിലേക്ക് അരച്ചു വെച്ച പരിപ്പ് ചേർക്കാം. അരയ്ക്കാതെ മാറ്റിവെച്ച പരിപ്പ് കൂടെ ചേർക്കണം. ഇതിന്റെ കൂടെ 1 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടേബിൾ സ്പൂൺ അരിപ്പൊടി, 1 ടീസ്പൂൺ പച്ചമുളക് നുറുക്കിയത്, അല്പം കറിവേപ്പില അരിഞ്ഞത്, അല്പം മല്ലിയില അരിഞ്ഞത്, 1 ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കണം. ഇനി ഇതെല്ലാം കൂടെ നമുക്ക് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കണം. അതിനുശേഷം കയ്യിലേക്ക് അല്പം എണ്ണ തടവാം. ഈ കൂട്ടിൽ നിന്ന് കുറച്ചെടുത്തിട്ട് ചെറിയ ഉരുളകളാക്കാം. കയ്യിൽ വെച്ച് ഇതുപോലെ ഒന്ന് പരത്തിയെടുക്കാം. ഈ കൂട്ട് ഉപയോഗിച്ചിട്ട് നമുക്ക് ഒരു മീഡിയം വലിപ്പത്തിലുള്ള 20 ക്യാബേജ് വട വരെ ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും. എണ്ണ നന്നായിട്ട് ചൂടാവുമ്പോൾ നമുക്കിത് എണ്ണയിലേക്ക് ഇടാം. നല്ല ഡീപ്പ് ഫ്രൈ ചെയ്തെടുക്കണം. 2 വശവും നല്ല ഗോൾഡൻ ബ്രൗൺ കളറായിട്ട് വരുമ്പോൾ നമുക്കിത് എണ്ണയിൽ നിന്ന് കോരിയെടുക്കാം. ഇത്രയേ ഉള്ളൂ. വളരെ എളുപ്പത്തിൽ ക്യാബേജ് വട ഉണ്ടാക്കാനായിട്ട് പറ്റും. പരിപ്പ് കുതിർത്ത് വയ്ക്കാനായിട്ട് കുറച്ച് സമയം വേണമെന്ന് ഒഴിച്ചാൽ വളരെ എളുപ്പമാണ്. ക്യാബേജ് ഇഷ്ടമില്ലാത്ത കുട്ടികൾക്കൊക്കെ നമുക്ക് ഈ രീതിയിൽ ഉണ്ടാക്കി കൊടുത്തു നോക്കാം. അപ്പോൾ നിങ്ങൾ ഉറപ്പായിട്ടും വീട്ടിലിത് ട്രൈ ചെയ്ത് നോക്കണം. ചില്ലി സോസ് കൂട്ടി കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. കൂടുതൽ വീഡിയോ കാണാനായിട്ട് ഈ ചാനലിലേക്ക് സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയൊരു റെസിപ്പിയായിട്ട് വീണ്ടും വരാം. താങ്ക് യു.